ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ മനോഹരമായ ബുർദയിലെ വാക്കുകൾ മഹാനായ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ഉസ്താദ് ഉദ്ധരിക്കുകയുണ്ടായി. വളരെ അത്ഭുതമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ തൻഖദി അജായിബു, ഖുർആനിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കണില്ല. നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ ആലോചിക്കാറുണ്ടോ ഇതിൽ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങളുണ്ട് എന്ന്? ഈ ഒരു സൂറയിൽ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ കൃത്യമായ കണിശമായ അളവിലാണ് വാക്കുകളും അക്ഷരങ്ങളും അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി ഒരു അത്ഭുതമുള്ള ഒരു സൂറയാണ് വിശുദ്ധ ഖുർആൻ. ഇപ്പൊ ഇന്ന് വടകര ഭാഗത്തുള്ള എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു, ഖുർആനിലെ പകുതിയുള്ള സൂറത്ത് ഏതാണ്? ആകെ ഒച്ചപ്പാടും ബഹളമായി. ചിലർ പറഞ്ഞു സൂറത്തുൽ കഹ്ഫാണ്, വേറെ ആരൊക്കെ പറഞ്ഞു അല്ല സൂറത്തുൽ ഹദീദാണ്. ഖുർആന്റെ പേജുകൾ എടുത്തു നോക്കിയാൽ അതിന്റെ നേർപകുതിയിൽ വരുന്ന സൂറത്തുൽ കഹ്ഫ് എന്ന് പറയാം. പക്ഷെ 114ന്റെ പകുതി എത്രയാ? 57. 57ാമത്തെ സൂറ ഏതാണ്? സൂറത്തുൽ ഹദീദ്. സയൻസ് പഠിക്കുന്നവർക്ക് വളരെ ഫാസിനേറ്റിംഗ് ആണ് ഈ സംഭവം. 57ാമത്തെ 114 സൂറകളിലെ ഏറ്റവും മധ്യത്തിൽ വരുന്ന സൂറയാണ് സൂറത്തുൽ ഹദീദ്. 57ാമത്തെ സൂറ. അൽ ഹദീദ് എന്ന് പറഞ്ഞാൽ അയൺ എന്നാണ്. ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു. നിങ്ങളൊക്കെ പല വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നാഷണൽ ജിയോഗ്രഫിക് ചാനൽ അടക്കമുള്ള ആളുകൾ അവര് പോലും വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ഷദീദ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇരുമ്പിന്റെ അയിരുകൾ പ്രപഞ്ചത്തിന്റെ മറ്റു മേഖലകളിൽ നിന്ന് ഭൂമിയുടെ രൂപപ്പെടൽ നടക്കുന്ന സമയം, ബിഗ് ബാങ്ങിന് ശേഷമാണെങ്കിൽ അങ്ങനെ, അല്ലാഹു അലം, ഭൂമിക്കുള്ളിലേക്ക് ഉൽക്കകളായി വന്ന് പതിച്ചതാണ് എന്നർത്ഥം വരുന്നു. വഅൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ നാം ഇറക്കുകയാണ് ഉണ്ടായത് എന്ന വാക്കിലൂടെ. ഖുർആൻ ഇറക്കി എന്ന് പറയുന്ന പോലെ ഇരുമ്പിനെ ഇറക്കിയതാണ്. എങ്ങനെ ഇരുമ്പിനെ ഇറക്കിയത്? ഭൂമിയുടെ ഫോർമേഷൻ നടക്കുന്ന കാലം ഭൂമിക്കുള്ളിലേക്ക് ഉൽക്കകളായി സ്പേസിൽ നിന്ന് വീണ ഇരുമ്പിന്റെ അയിരുകളാണ് ഭൂമിയുടെ കോർ, ഭൂമിയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ മധ്യം അതാണ്. നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ഉൾഭാഗം കോർ, ഭൂമിയുടെ മധ്യം ഹദീദാണ്, ഇരുമ്പാണ്. ഇതിൽ അത്ഭുതം അതല്ല. ആ ആയത്തുകൾ, സൂറത്തുൽ ഹദീദിലെ ആയത്തുകൾ 29 ആയത്തുകളുള്ള സൂറ. 57ാമത്തെ സൂറയാണ് സൂറത്തുൽ ഹദീദ്. 29നെ 57 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 1635 എന്ന അക്കമാണ്. 1635 എന്ന സംഖ്യയെ നമ്മളൊന്ന് ഒരൽപ്പം വിശകലനത്തിന് വിധേയമാക്കുകയാണ്. സൂറത്തുൽ ഹദീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതമുണ്ട് എന്ന് പറയുന്ന സൂറയാണിത്. അത്ഭുതമുണ്ട് എന്ന് പറയുന്ന സൂറയാണ്. ഈ സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് അൽ ഹദീദ്, അൽ ഹദീദ്, ഇരുമ്പ് എന്ന് പറയുന്ന ഈ വാക്ക് അറബിയിൽ ഹിസാബുൽ ജുമ്മൽ എന്ന് പറയുന്ന കണക്കുണ്ട്. അബ്ജദ് ഹവ്വദ് നമ്മുടെ ആലിമീങ്ങളുടെ ചർച്ചയുണ്ട്. പക്ഷേ പൗരാണിക കാലം മുതൽ തന്നെ നടന്നു വരുന്നത് അറബ് വാക്ക് ഓരോ അക്ഷരത്തിനും. ഇപ്പൊ നമ്മൾ 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാറുണ്ട് അല്ലെ? 786 ബിസ്മിയാണ്. അതെങ്ങനെ കിട്ടുന്നു? ബാ, സീന്, മീം, ഇതിന് ഓരോന്നിനും അക്കങ്ങൾ വാല്യൂ ഉണ്ട്. അബ്ജദ് ഹവ്വദ് എന്നാണ് ഇതിന്റെ കണക്ക്. ആ 1, ബ 2, ജീം നമ്മൾ കാണാം ആലിഫ് ബ ത സ, അങ്ങനെയല്ല. അബ്ജദ് ഹവ്വദ് ഹുസി കലമൻ എന്ന് പറഞ്ഞു പോകുന്ന പ്രത്യേകമായൊരു സ്ട്രക്ചർ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, പിന്നെ 20, 30, 40, 50, അങ്ങനെ കഴിഞ്ഞിട്ട് 100, 200, 300, അങ്ങനെ 1000ലേക്ക് എത്തുന്ന ആ ഒരു രീതിയുണ്ട്. അത് ഹിസാബുൽ ജുമ്മൽ എന്നാണ് പറയാ. അൽ ഹദീദ് എന്ന വാക്കിന് ഹിസാബുൽ ജുമ്മൽ അലിഫ് 1, ഹ 30, ദാൽ 8, സോറി യാ 8, ദാൽ 4, അൽ ഹദീദ് അലിഫ് 1, ലാം 30, ഹ 8, ദാൽ 4, യാ 10, പിന്നെ ദാൽ 4, അങ്ങനെ വരികയാണെങ്കിൽ 57 എന്നാണ് അതിന്റെ വാല്യൂ വരുന്നത്. അൽ ഹദീദ് 57. സുബ്ഹാനല്ലാഹ്. 57 ആണെങ്കിലോ 19ന്റെ ഗുണിതമാണ്. ഹദീദ് എന്ന വാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് 26 ആണ്. ഹദീദ് അലിഫ് കൂട്ടാതെ ഹദീദ് മാത്രം എടുത്താൽ ഹദീദ് ഹ 8, ദ 4, യാ 10, ദ 4, അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അത് 26 ആണ്. ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അയേണിന്റെ ആറ്റമിക് നമ്പർ 26 ആണ്. ആറ്റമിക് നമ്പർ ഓഫ് അയൺ വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കൂ, 26 ആണ്. അയണിന്റെ ആറ്റമിക് വെയിറ്റ് 57 ആണ്. അൽ ഹദീദ് എന്ന് കിട്ടുന്ന സംഖ്യ 57, ഹദീദ് എന്ന് നോക്കിയാൽ 26. രണ്ടും ആ മൂലകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് യാദൃച്ഛികമാണെന്ന് തള്ളിക്കളയാൻ
എളുപ്പമാകും ഒരുപക്ഷെ ചില അവിശ്വാസികൾക്ക്. പക്ഷേ ഇങ്ങനെ ഒന്നിലേറെ മൂലകങ്ങളെ സംബന്ധിച്ചുള്ള കണക്കുകൾ വളരെ കൂടുതൽ ചർച്ചയിലൂടെ നമുക്ക് അത്ഭുതമായി, മഹാത്ഭുതമായി അല്ലാഹുവേ ഇത് നിന്റെ വചനമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഇരിക്കുന്നു. ഒന്നുകൂടെ ഒരൽപ്പം സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ഫവാസിഹുകൾ, അലിഫ് ലാം മീം അല്ലെങ്കിൽ അലിഫ് ലാം മീം സാദ്, അലിഫ് ലാം റാ എന്ന് തുടങ്ങി ഖുർആനിന്റെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന മഹാത്ഭുതങ്ങൾ ഖുർആന്റെ വ്യാഖ്യാതാക്കളൊക്കെയും പറയും അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി, ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. 29 സൂറകളാണ് വിശുദ്ധ ഖുർആൻ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിച്ചത്. അറബ് ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 28. അലിഫ് ലാം മീം ഒന്നിലേറെ സൂറത്തുകളിൽ വന്നു. അലിഫ് ലാം റാ ഒന്നിലേറെ വന്നിട്ടുണ്ട്. ഹാമീം ഒന്നിലേറെ സൂറകളിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന അക്ഷരങ്ങളെ ഒഴിവാക്കിയാൽ അള്ളാഹു ഉപയോഗിച്ചത് കറക്റ്റ് 14 അക്ഷരങ്ങളാണ്. അറബ് ഭാഷയിലെ എല്ലാ ഗുണഗണങ്ങളുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളുടെ സിഫാത്തുകളുണ്ട്. അതെല്ലാം യോജിച്ചു വരുന്ന 14 അക്ഷരങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്. ഉപയോഗിച്ചതാണെങ്കിലോ 29 സൂറകളിൽ. ഇങ്ങനെ അവതരിച്ച സൂറകളിൽ ആദ്യം അവതരിച്ചത് ഒരക്ഷരം കൊണ്ട് 2 അക്ഷരം, 3 അക്ഷരം, 4, 5 ഇങ്ങനെയാണ് ഖുർആനിന്റെ സൂറകളിലെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന വാക്കുകൾ. അത് ചിലത് ആയത്തുകളാണ്, ചിലത് ആയത്തല്ല. ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. ഇങ്ങനെ വരുന്നതിൽ ആദ്യം ഇറങ്ങിയതാണ് നൂൻ. വൽ ഖലമി വമാ യസ്തുറൂൻ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറഞ്ഞവർക്ക് അള്ളാഹു മറുപടി പറഞ്ഞ സ്ഥലമാണത്. വമാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നബിയേ, അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അങ്ങേക്ക് ഭ്രാന്ത് പിടിച്ചിട്ടില്ല നബിയെ, അങ്ങ് ഭ്രാന്തനല്ല ഒക്കെ പറഞ്ഞിട്ട് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നൊക്കെ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്ന ഭാഗം. നൂൻ എന്ന സൂറയാണ് ആദ്യമായി ഖുർആനിന്റെ സൂറകളുടെ ആദ്യ ഭാഗം അക്ഷരങ്ങളായി ആരംഭിക്കുന്ന സൂറകളിൽ ആദ്യം അവതരിച്ചത് സൂറത്തുൽ ഖലമാണ്. അതിൽ അവതരിച്ചത് നൂൻ എന്ന അക്ഷരമാണ്. ആ നൂൻ ആ ഒരു സൂറയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. രണ്ടാമത് അവതരിക്കുന്നത് ഫവാത്തിഹുകളായ സൂറകൾ എന്ന് പറഞ്ഞ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകളിൽ രണ്ടാമത് അവതരിക്കുന്നത് സൂറത്തു ഖാഫ്. ഖാഫ് എന്ന അക്ഷരം സൂറത്തു ഖാഫിൽ വന്നു. പിന്നെ സൂറത്തു ശൂറയിൽ ഹാമീം ഐൻ സീൻ ഖാഫ്. രണ്ടാമത് അവതരിച്ചത് ഖാഫ്, അത് 2 സൂറകളിൽ വന്നു. ആദ്യം അവതരിച്ചത് നൂൻ, അത് ഒറ്റ സൂറയിൽ മാത്രം. മൂന്നാമത്തെ അവതരിക്കുന്നത് സ്വാദ്, സൂറത്തു സ്വാദിൽ. സൂറത്തു സ്വാദിൽ വന്ന സ്വാദ് 3 സൂറകളിൽ ആവർത്തിച്ചു. സൂറത്തു മറിയം കാഫ് ഹാ യാ ഐൻ സ്വാദ്. സൂറത്തുൽ അഅറാഫ് അലിഫ് ലാം മീം സ്വാദ്. 1 ആദ്യം ഇറങ്ങിയത് 1, രണ്ടാമതിറങ്ങിയത് 2, മൂന്നാമതിറങ്ങിയത് 3. അള്ളാഹുവിന്റെ വചനങ്ങളിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണിത്. ഇനി സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. 29 സൂറകളിൽ ആദ്യമായി നമുക്ക് ഖുർആനിന്റെ ക്രൊണോളജിക്കൽ ഓർഡർ, നമ്മൾ ഇന്ന് കാണുന്ന ഓർഡർ, ഖുർആന്റെ പ്രത്യേകത വെച്ചാൽ ക്രൊണോളജിക്കൽ ഓർഡറിലല്ല ഖുർആനിന്റെ ഇന്നത്തെ ഓർഡർ എന്നാണ്. ക്രൊണോളജിക്കൽ ഓർഡർ ആണെങ്കിൽ ശരിക്കും സൂറത്തുൽ അലഖാണ് ആദ്യം വരേണ്ടത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനെയല്ല, സൂറത്തുൽ ഫാത്തിഹയാണ് വന്നത്. ഖുർആനിന്റെ ഇപ്പോഴും കാണുന്ന സ്ട്രക്ചറൽ ഓർഡർ, അതിൽ നമുക്ക് ആദ്യമായി വരുന്ന ഫവാസിഹുകളുള്ള സൂറ, അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറ ഏതാണ്? ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ, നമുക്കറിയുന്ന സൂറത്തുൽ ബഖറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എന്തൊരു മനോഹരമാണ് സൂറത്തുൽ ബഖറയുടെ ആരംഭമല്ലേ. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഞങ്ങൾക്ക് സന്മാർഗം തരണേ. സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിനക്ക് അനുഗ്രഹം കിട്ടിയവർ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ദേഷ്യം കിട്ടിയവരല്ല റബ്ബേ, വലദ്ദാല്ലീൻ, പിഴച്ചുപോയവരുമല്ല, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് പറഞ്ഞിട്ട് ഓതിപ്പോകുന്ന ആൾ അടുത്ത സൂറയിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അങ്ങനെയാണ് മുഫസ്സിരീങ്ങൾ എല്ലാം അതിനെ വ്യാഖ്യാനിക്കുക.
അള്ളാഹുവിന് മാത്രമേ എന്താണ് അലിഫ്, എന്താണ് ലാം, എന്താണ് മീം അള്ളാഹുവിനെ അറിയുകയുള്ളൂ. പക്ഷേ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ദിസ് ബുക്ക് ദെർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്, ഈ കിതാബിൽ, ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവും വേണ്ട. ലാ റൈബ ഫീ, ഇതിൽ സംശയം വേണ്ട, ഇത് ജെന്യൂനാണ്, ഇത് അള്ളാഹുവിൻ. അങ്ങനെ ഒരൊറ്റ പുസ്തക ലോകത്തുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഗ്രന്ഥകാരന്മാർ തെറ്റുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ അറിയിക്കണേ, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറയണേ, അല്ലെങ്കിൽ ഇന്ന പോസ്റ്റ് ബോക്സിൽ എഴുതി തരണേ എന്ന് പറയും. പക്ഷേ ഇതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥേ ഉള്ളൂ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ദിസ് ബുക്ക് ദെർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്, ഹുദൽ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഇറ്റ് ഈസ് ഗൈഡൻസ് ഫോർ പയസ്. അല്ലേ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഇത് സന്മാർഗ ദർശനമാണ്. ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കാണാത്തതിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. സ്വർഗവും നരകവും പരലോകവും അള്ളാഹും ഗൈബിയായ വിഷയങ്ങളാണ്. ലാ റൈബ ഫീഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ. സൂറത്തുൽ ബഖറ രണ്ടാമത്തെ സൂറയാണ്. ഇങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകളിൽ അവസാനം ഖുർആനിൽ കാണുന്ന സൂറയാണ് സൂറത്തുൽ ഖലം. അതാണ് ശരിക്കും ആദ്യം ഇറങ്ങിയത്, പക്ഷേ ഖുർആനിന്റെ ക്രമത്തിൽ അത് അവസാനമാണ് വരുന്നത്. സൂറത്തുൽ ഖലം നൂൻ എന്നാരംഭിക്കുന്ന ആ ഭാഗം അത് ഖുർആനിൽ 68ാമത്തെ സൂറയാണ്. സൂറത്തുൽ ബഖറ രണ്ടാമത്തേതാണ്. ഈ 2 മുതൽ 68 വരെ 67 സൂറകളുണ്ട്. ആ 67 സൂറകളിൽ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിച്ചതിൽ നിന്ന് 29 മൈനസ് ചെയ്താൽ 37 എന്ന് കിട്ടും. 37 ആണെങ്കിലോ 19ന്റെ നേർഗുണിതമാണ്. 2 times 19, 2 തവണ 19 ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 37. സുബ്ഹാനല്ലാഹ്. ഇവിടെ ആവർത്തനമില്ലാത്ത ആരംഭവാക്കുകൾ അലിഫ് ലാം മീം, അലിഫ് ലാം മീം സാദ്, അലിഫ് ലാം റാ, അലിഫ് ലാം മീം റാ, കാഫ് ഹാ യാ ഐൻ സാദ്, ത്വാഹ, ത്വാസീൻ മീം, ത്വാസീൻ യാസീൻ സാദ്, ഹാമീം, ഹാമീം ഐൻ സീൻ ഖാഫ്, ഖാഫ് നൂൻ. ഇങ്ങനെ ആവർത്തനങ്ങളില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളിൽ നമുക്ക് കാണുന്ന അക്ഷരങ്ങളുടെ ആകത്തുക 38. അതാണെങ്കിലോ 2 കൊണ്ട് 19 ഗുണിച്ചാൽ കിട്ടുന്നത് ആവർത്തനമില്ലാതെ വന്നത് അത് 19ന്റെ ഗുണിതമാണ്. അലിഫ് ലാം മീം റാ, അലിഫ് ലാം മീം റാ. ഇത് 2 ആരംഭവാക്കുകളുടെ സംയമനമാണ്. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, രണ്ടും കൂടും അലിഫ് ലാം മീം റാ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടത് ആവർത്തനങ്ങൾ ഇല്ലാതെ വന്ന ഈ ആരംഭ വചനങ്ങൾ 29 സൂറകളിൽ വരുന്നത് 37, അതും 19ന്റെ ഗുണിതമാണ്. ഇനി മറ്റൊരു മഹാത്ഭുതം വരുന്നത് സൂറത്തു മറിയമിലാണ്. അവസാനിപ്പിക്കുകയാണ്, സമയം വൈകി എന്നറിയാം. സൂറത്തു മറിയം മുസ്ഹഫിലെ 19ാമത്തെ സൂറയാണ്. സൂറത്തു മറിയം അല്ലേ, 18 അൽ-കഹ്ഫ് കഴിഞ്ഞ 19 മറിയം അല്ലേ. 19ാമത്തെ സൂറയാണ് സൂറത്തു മറിയം. അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ? 19 മഹാത്ഭുതമാണ്. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന അക്കമാണെന്നാ പറഞ്ഞത്. 19ാമത്തെ സൂറയാണ് സൂറത്തു മറിയം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സൂറത്തു മറിയം ഫവാത്തിഹുള്ള സൂറയാണ്. കാഫ് ഹാ യാ ഐൻ സ്വാദ്, അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറയാണിത്. അങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകൾ നമ്മൾ അൽ ബഖറ മുതൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂറത്തു മറിയം 10ാമത്തേതാണ്. അത് 10ാമത്തേതാണ്. പക്ഷേ തനിക്ക് ശേഷം 19 എണ്ണം വേറെ വരുന്നുണ്ട് എന്നിത് വിളിച്ചു പറയാണ്. കാരണം അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ 29ആണ്. സൂറത്തു മറിയം 10ാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്. സൂറത്തിന്റെ നമ്പർ 19ാമത്തെ നമ്പറാണ്. ആ മറിയമിന് ശേഷം ഇനി 19 സൂറകൾ അക്ഷരങ്ങളെ കൊണ്ട് വരുന്നുണ്ട് എന്നും അവിടെ തന്നെ വിളിച്ചു പറയാണ്. സുബ്ഹാനല്ലാഹ്. വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്ന, ഇതൊരു പരീക്ഷണമാണ്. 19 എന്ന അക്കം പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടെ സൂറത്തു മറിയം വരേക്കും, ഖുർആനിന്റെ ആദ്യം മുതൽ സൂറത്തു മറിയം വരേക്ക് ആവർത്തനങ്ങളില്ലാതെ വരുന്ന
ആദ്യ ഈ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ അലിഫ് ലാം മീം തുടങ്ങി ആവർത്തനങ്ങളില്ലാതെ വരുന്ന സൂറത്തുകളിൽ വന്ന ഈ അക്ഷരങ്ങളുടെ എണ്ണം, അതൊക്കെ ശരിക്കും നമുക്ക് സ്ലൈഡുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു ഇൻഷാ അല്ലാഹ്. അങ്ങനെ വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം അലിഫ് ലാം മീം, അല്ലെങ്കിൽ കാഫ് ഹാ യാ ഐൻ സ്വാദ് സൂറത്ത് മറിയം വരെ അങ്ങനെ വരുന്നത് 2 + 4 + 3 + 4 + 5 സൂറത്ത് മറിയം വരേക്കും ആവർത്തനങ്ങളില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഈ അക്ഷരങ്ങളുടെ മൊത്തം എണ്ണം 19. സൂറത്ത് മറിയമിന് ശേഷം സൂറത്ത് ഖലം വരെ ഉള്ള നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ വരെയുള്ള ആ സൂറത്ത് വരെയുള്ള ആവർത്തനങ്ങളില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളുടെ ആകത്തുകയും 19. സൂറത്ത് മറിയമിന്റെ മുമ്പ് 19, സൂറത്ത് മറിയമിന്റെ ശേഷം 19. അല്ലാഹുവേ സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ് തമ്പുരാനെ, നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് മനുഷ്യൻ തലതാഴ്ത്തി റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു പോകും. ഡിജിറ്റൽ യുഗത്തിൽ ഖുർആന്റെ ഡിജിറ്റൽ അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൂറയാണ് നമ്മൾ എടുത്തത്, മൊത്തം സൂറകളിലൂടെ ഒരു എത്തിനോട്ടം മാത്രമാണ്. ഇങ്ങനെ ഓരോ സൂറകളിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.